ഹലോ എവരിവൺ, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെൻസേഷൻ ആണ്. അപ്പോൾ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെൻസ് ഓർഗാൻസിലൂടെ നമ്മുടെ ചുറ്റിനുമുള്ള എൻവിറോൺമെൻറ്റൽ ഇൻഫർമേഷൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെൻസ് ഓർഗാൻസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഐ, ഇയർ, നോസ്, ടങ്ക്, സ്കിന്ന് പോലെയുള്ള ഓർഗാൻസ് ഉണ്ട്. അപ്പോൾ സെൻസേഷൻ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് സെൻസ് ഓർഗാൻസ് മാത്രം ഉണ്ടായാൽ പോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ന്യൂറോൺസ് കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ന്യൂറോൺസ് ആണ് ഈ കിട്ടുന്ന ഇൻഫർമേഷൻസിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ പാകത്തിലാക്കി മാറ്റുന്നത്. അപ്പോൾ ആ പ്രോസസ്സിന് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയും. ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഈ ഫിസിക്കൽ, ഇപ്പോൾ നമ്മളൊരു പട്ടീനെ കണ്ടു അല്ലെങ്കിൽ ഒരു പൂച്ചനെ കണ്ടു, അതൊക്കെ നമുക്ക് ഫിസിക്കൽ സ്റ്റിമുലൈ ആയിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിന് പക്ഷെ അതിനെ ആ രീതിയിൽ ഫിസിക്കലായിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യണം, അതിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട് മാറ്റണം. എങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമ്മുടെ ബ്രെയിനിന് അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നമുക്ക് കിട്ടുന്ന ഫിസിക്കൽ സ്റ്റിമുലൈനെ നമ്മൾ എന്താക്കി മാറ്റുന്നത്, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂറൽ സിഗ്നലായിട്ടോ ഒക്കെ മാറ്റിയെടുക്കുന്നത്. ഇപ്പോൾ സെൻസേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ടോപ്പിക്കാണ്, നമുക്ക് ഒരുപാട് ഡീപ്പസ്റ്റ് ആയിട്ട് അത് പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് ബേസിക് ആയിട്ട് നമുക്കൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ ഇതിൽ സിനസ്തീഷ്യ എന്ന് പറഞ്ഞൊരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെയൊക്കെ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യാൻ നമ്മുടെ സെൻസ് ഓർഗാൻസിന് പറ്റാതെ വരിക. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ സിനസ്തേഷ്യ എന്നൊക്കെ പറയുന്നത്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നത് കൊണ്ട് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ഒരു ഭാഗമാണ് സെൻസറി ത്രഷോൾഡ്. അപ്പോൾ സെൻസറി ത്രഷോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചായ ഗ്ലാസ്സിൽ നമ്മൾ ഒരു ഷുഗർ ക്യൂബ് ഇട്ടു, അപ്പോൾ നമുക്ക് മധുരം തോന്നിയില്ല, നമ്മൾ വീണ്ടും ഒരു ഷുഗർ ക്യൂബ് ഇട്ടു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും, ഓരോ ആളുകൾക്കനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സെൻസറി ത്രഷോൾഡ്. അതായത് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഡിഫറൻസ് ത്രഷോൾഡ് എന്നും പറയാം. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ 2 കിറ്റ്കാറ്റിൻ്റെ ഒരു പിക്ചറുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറുതുമാണ്. ഈ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഡിഫറൻസ് മനസ്സിലാക്കുന്നതിനെയാണ് ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റിമുലൈൻ്റെ എത്ര കുറച്ച് അല്ലെങ്കിൽ എത്ര ചെറിയ എമൗണ്ട് ഓഫ് ഡിഫറൻസ് അതിൽ വന്നാലും അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള നമ്മളുടെ എബിലിറ്റീനെയാണ് നമ്മൾ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 3 മാർക്കിനൊക്കെ എക്സാമ്പിൾ സഹിതം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അബ്സല്യൂട്ട് ത്രഷോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് ത്രഷോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ടൈം, ഇപ്പോൾ ആദ്യം പറഞ്ഞ ചായേൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ കോഫീൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഷുഗർ ക്യൂബ് ഇട്ടു, അപ്പോൾ എനിക്ക് മധുരം തോന്നിയില്ല, ഞാൻ വീണ്ടും ഒരു ഷുഗർ ക്യൂബ് ഇട്ടു, അപ്പോഴും എനിക്ക് മധുരം തോന്നിയില്ല, ഒരു ഷുഗർ ക്യൂബും കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു 3 ഇട്ടല്ലോ ഞാനിപ്പോൾ, അപ്പോൾ എനിക്ക് മധുരം, അതായത് എൻ്റെ പാകത്തിനുള്ള ഒരു മധുരം ആയി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതിനെയാണ് നമ്മുടെ അബ്സല്യൂട്ട് ത്രഷോൾഡ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എല്ലാ സ്റ്റിമുലൈൻ്റെ കാര്യത്തിലും ഇത് വരും. ഇപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ചെറിയ സ്റ്റിമുലൈ കേട്ടാൽ തന്നെ അല്ലെങ്കിൽ ഒരു ചെറിയ നോയ്സ് കേട്ടാൽ തന്നെ പെട്ടെന്ന് സെൻസ് ചെയ്യുന്നവരുണ്ടാവും, അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ചില ആളുകൾക്ക് കുറേ ഒച്ചത്തിലുള്ള നോയ്സൊക്കെ കേട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒച്ചത്തിൽ വിളിച്ചാലൊക്കെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അത് നമ്മളുടെ ഓരോരുത്തരുടെയും സെൻസ് ഓർഗാൻസിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ത്രഷോൾഡുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് സെൻസറി ത്രഷോൾഡും അതിൽ വരുന്ന അബ്സല്യൂട്ട് ത്രഷോൾഡും ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ്. വളരെ ചെറിയ ടോപ്പിക്കാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈസി ആയിട്ട് നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യനൊക്കെ വന്നാൽ പാർട്ട് എയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. അപ്പോൾ താങ്ക് യു.